ആദ്യം എല്ലാവർക്കും മഹാശിവരാത്രിയുടെ ഈ അവസരത്തിൽ എല്ലാവർക്കും എൻ്റെ ആശംസയും ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥനയും. എനിക്ക് നിങ്ങളുടെ ഇടയിൽ നിൽക്കാൻ പ്രത്യേകിച്ചൊരു സന്തോഷമുണ്ട്. ഒരു പേഴ്സണൽ, ഒരു വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഞാൻ ജനിച്ചത് മഹാശിവരാത്രിയിലാണ്. നമ്മുടെ മലയാളം കലണ്ടർ പ്രകാരം എൻ്റെ പിറന്നാളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ ആഘോഷം നിങ്ങളുടെ ഇടയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഞാൻ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായി കാണുന്നു. പ്രത്യേകിച്ച് എന്നെ ആദ്യം ക്ഷണിച്ചത് മുഖ്യമന്ത്രിയോടൊപ്പം ഈ ആദ്യത്തെ ദിനത്തിൻ്റെ ഉദ്ഘാടനത്തിനായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് കേരളത്തിൽ വരാൻ സാധ്യതയില്ലാത്ത കാരണം ഇന്ന് ഈ സമാപനത്തിൽ എന്നെ പങ്കെടുക്കാൻ ക്ഷണിച്ചപ്പോൾ ഈ മഹാശിവരാത്രിയുടെ ഭാഗമായിട്ട് അരുപുരമെത്താൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. 137 വർഷം മുമ്പ് ഇതേപോലെ രാത്രിയിലായിരുന്നു ജനങ്ങൾ കൂടിയത്. ഈ സ്ഥലത്തിൽ തന്നെ ശ്രീനാരായണ ഗുരു തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അർദ്ധരാത്രി 12 മണിക്കാണ് അദ്ദേഹം എണീച്ചിട്ട് നദിയിൽ ഇറങ്ങുന്നത്. എന്നിട്ട് നിങ്ങൾക്കറിയാം, കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ആ നദിയുടെ അകത്തുനിന്ന് ഒരു കല്ല് അദ്ദേഹം കൊണ്ടുവരുന്നു. എന്നിട്ട് ഇവിടെ ചെറിയ ഒരു ക്ഷേത്രം കെട്ടിയിട്ടുണ്ടായിരുന്നു, ജനങ്ങൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. പാട്ടുകാരൊക്കെ പാട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അവിടെ പോയി 3 മണിക്കൂർ ഒരു ശബ്ദം പറയാതെ കണ്ണിന് നീരൊലിച്ചുകൊണ്ടിരുന്നിട്ട് പ്രാർത്ഥിച്ചു അദ്ദേഹം. എന്നിട്ടാണ് ഈ ലിംഗത്തിനെ അദ്ദേഹം പ്രതിഷ്ഠ ചെയ്തത്. എന്തൊരു വലിയൊരു അവസരമാണ്. നമ്മൾ 137 വർഷം അതിനെ ഓർക്കുന്നു. അദ്ദേഹം, നിങ്ങൾക്കറിയാം, പല അമ്പലങ്ങളും പല ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് കേരളം മുഴുവൻ. പക്ഷെ ഈ പ്രധാനപ്പെട്ട അരുവിപുരത്തിൻ്റെ ഈ കഥ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ കുറിച്ച് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നതിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു കഥയാണ്. ആ ദിനം ഒരു സാധാരണ ദിനമായിരുന്നില്ല, ഒരു മഹാശിവരാത്രി ആഘോഷം മാത്രമായിരുന്നില്ല. ശരിക്ക് അടിച്ചമർദ്ദത്തിൻ്റെ എതിരെ ഒരു വിപ്ലവമാണ് അദ്ദേഹം ആ പ്രതിഷ്ഠയോട് ആരംഭിച്ചത്. ആത്മീയതയുടെ അർത്ഥം തന്നെ മാറ്റി. അതോടെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ചെയ്യുന്നുണ്ടായിരുന്ന കേരളത്തിൻ്റെ അകത്ത് അദ്ദേഹം ഒരു സന്ദേശം മാത്രമല്ല അയച്ചത്, ഒരു പുതിയ ഒരു വാതിലാണ് ജനങ്ങൾ മനസ്സിൽ തുറന്നത്. നമുക്കറിയാമല്ലോ, ആ കാലത്ത് ജാതിയായിരുന്നു നമ്മുടെ സംസ്ഥാനത്തിനെ ഭരിച്ചത്. ആരാണ് പ്രതിഷ്ഠ ചെയ്യാൻ സാധിക്കുക, ആരാണ് ക്ഷേത്രം കെട്ടാൻ സാധിക്കുക, ആരാണ് ക്ഷേത്രത്തിനകത്ത് കയറാൻ സാധിക്കുക, ഇതെല്ലാം ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനിച്ചത്. ആരാണ് നമ്മുടെ സീക്രട്ട് പുസ്തകങ്ങളെ പഠിക്കുക, ആരാണ് അതിനെക്കുറിച്ച് പ്രഭാഷണം ചെയ്യുക, ആരെ തൊടാൻ സാധിക്കുക, ഇതെല്ലാം ജാതിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന സംസ്ഥാനമാണ്. ശ്രീനാരായണ ഗുരുതെല്ലാം കണ്ട് പഠിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കുറേ വർഷത്തിൻ്റെ മെഡിറ്റേഷൻ ചെയ്തതിൻ്റെ അദ്ദേഹത്തിൻ്റെ അറിവ് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞ് ഇത് നടക്കില്ല. നിങ്ങൾക്കറിയാം, അദ്ദേഹം ഈ പ്രതീക്ഷ ചെയ്തപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ബ്രാഹ്മണകർ അദ്ദേഹത്തെ ഇതിന് കുറ്റം പറഞ്ഞു. ആരാ നിങ്ങൾക്ക് അവകാശം തന്ന് ഇത് ചെയ്യാൻ? നിങ്ങൾ ചെയ്ത സമയം അശുഭകരമായ ഒരു സമയമായിരുന്നു, സമയം ശരിയല്ല, ഈ ശുഭം സമയമായിരുന്നില്ല. അദ്ദേഹം മറുപടി പറഞ്ഞു, കുട്ടി ജനിച്ച ശേഷമല്ലേ ജാതകം എഴുതേണ്ടത്, സമയം നമ്മളതിന് തീരുമാനിച്ചു, അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചത്. പക്ഷേ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു ബ്രാഹ്മണരോട്, നമ്മളുടെ ഈ ആത്മാവ് ഈ ലോകത്തിലുണ്ടായിരുന്നു, ഈ എല്ലാവർക്കും ഉണ്ട് ഒരു ആത്മാവിന്, ഏതെങ്കിലും ഒരു ജാതിന് സ്വന്തമാണോ? അതിനെനിക്ക് മറുപടിയില്ല. ആദിശങ്കര 1000 വർഷം മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന അദ്വൈത ശ്രീനാരായണ ഗുരു പ്രതീക്ഷ ചെയ്ത ശേഷം 5 വർഷം കഴിഞ്ഞിട്ട് സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പോയി പ്രസംഗിച്ചത് എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ശിവ മഹിംന സ്തോത്രം. ഈ മഹാശിവരാത്രി ദിനം ശിവന്റെ ഈ സ്തോത്രം പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. അതിൻ്റെ പ്രകാരം പല നദികൾ, ചിലത് നേരെ, ചിലത് ചുരുണ്ടിട്ട്,
ചിലത് മലയിൽ നിന്ന്, ചിലത് വേലയിൽ നിന്ന്, എല്ലാവരും കൂടി അവസാനത്തിൽ ഈ നദികളൊക്കെ ഒരേ സമുദ്രത്തിൽ എത്തുന്ന പോലെയാണ് എല്ലാവരെയും പ്രാർത്ഥന ഒരേ ഒരു ബ്രഹ്മണിലെത്തുന്നത്. എല്ലാവരെയും ആത്മാവ് ഒരേതാണ്. അപ്പൊ എല്ലാവരെയും ആത്മാവ് ഒന്നാണെങ്കിൽ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ജാതികൾ സ്ഥാപിക്കുന്നത്? എല്ലാവരെയും ആത്മാവ് ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും എനിക്ക് ഒരു പ്രതിഷ്ഠ ചെയ്യാൻ, നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല? ഇതിനൊന്നും ഇവര് ആർക്കും മറുപടി ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് മറുപടി ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും മറുപടിയില്ല. അപ്പൊ ഇതോടെ അദ്ദേഹം ജനങ്ങളുടെ ചിന്തയെ മാറ്റാൻ തുടങ്ങി. ബ്രാഹ്മണന്മാരുടെ മൊണോപ്പൊളി, ആ കൺട്രോൾ ഉണ്ടായിരുന്നു, അതിനെ അദ്ദേഹം ഒറ്റക്കെട്ടിൽ തകർത്തു. അന്ധവിശ്വാസങ്ങൾ, പല ജാതികളുടെ പേരിൽ പലവരെ ക്ഷേത്രത്തിന് പുറത്താക്കി. സാധാരണ സ്വാമിയുടെ ജീവിതത്തിൽ ശരിക്കൊണ്ട് പങ്കെടുക്കാൻ സാധിക്കാത്ത സ്ഥിതിയിൽ കൊണ്ടുവന്നതിനെ അദ്ദേഹം മാറ്റാൻ സാധിച്ചു. ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുത്തു. ആ സ്വയം തിരിച്ചറിയണം. നമ്മളും മറ്റേ ആളുടെ ഇടയിൽ ഒരു വ്യത്യാസമില്ല, ഒരേ ആത്മാവാണ് നമ്മുടെ ഇടയിൽ. ആ സന്ദേശം ഒരു ആത്മീയതയുടെ സന്ദേശമായിട്ടാണ് അദ്ദേഹം കൊടുത്തത്. അദ്ദേഹത്തിന്റെ സംസാരം നമ്മളുടെ മന്ത്രി പറഞ്ഞ പോലെ ഒരു ദൈവത്തിന്റെ ഒരു പ്രതിപുരുഷനായിട്ട്, ഒരു പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഇരുന്ന് സംസാരിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ സന്ദേശം ക്ഷേത്രത്തെ കുറിച്ച് മാത്രമായിരുന്നില്ലേ, നമ്മുടെ സാമൂഹിക ജീവിതത്തിലും ഇങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മളെല്ലാം ഒരുപോലെ കാണണം. ആ സഹോദര്യം നമുക്ക് നിർബന്ധമുള്ളത് എന്തുകൊണ്ടാണ്? കാരണം ആ ആത്മാവ് നമ്മളെല്ലാവരെയും അകത്തുള്ള ആത്മാവാണ്. ആ ആത്മാവിന്റെ ഒരു ഭാഗം എൻ്റെ അകത്തുണ്ടെങ്കിൽ, എൻ്റെ ആത്മാവിന്റെ ഒരു ഭാഗം, ആ ഒരേ ആത്മാവിന്റെ ഭാഗം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, നമ്മളുടെ ഇടയിൽ ജാതിയുടെ പേരിൽ വിദ്വേഷമോ ഒരു വ്യത്യാസങ്ങളോ കൊണ്ടുവരാൻ പാടില്ല. ഇതൊരു സിമ്പിൾ സന്ദേശമാണ് നമ്മൾ ഇന്ന് 137 വർഷം കഴിഞ്ഞിട്ട് ആഘോഷിക്കുമ്പോൾ ഓർക്കുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതിഷ്ഠ ചെയ്തിട്ട് നമ്മളെല്ലാവരും പഠിപ്പിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ സന്ദേശമാണ് കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ഇടയിലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിരുന്നു. ശരിക്ക് പറയുകയാണെങ്കിൽ ഭാരതത്തിന്റെ ഭരണഘടനത്തിന്റെ അകത്തുള്ള ഒരു സന്ദേശം കൂടിയാണ് ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചത്. ബാബാ സാഹേബ് അംബേദ്കർ എന്താ പറഞ്ഞ? നമ്മുടെ ഭരണഘടന എഴുതുമ്പോൾ അദ്ദേഹം ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞ വാക്ക്, സഹോദര്യം അകത്തിടാൻ വന്നത് കാരണം ഇതന്നെയായിരുന്നു. നമ്മളെല്ലാവരും ഒരേ ഒരു സമയത്ത് ജീവിക്കുന്നു, പക്ഷേ ജാതിയുടെ പേരിൽ നമ്മൾ വ്യത്യാസങ്ങൾ കാണുന്നു. ആ വ്യത്യാസങ്ങൾ മാറ്റിയാൽ മാത്രമേ നമ്മുടെ ജനാധിപത്യത്തിന്റെ പൂർണ്ണ ശക്തി നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. അതന്നെ ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചത്. അദ്ദേഹം ജാതിനെതിരെ മാത്രമല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, മതത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അതിന്റെ അർത്ഥം ആലുവയിൽ അദ്ദേഹം 1924 ഒരു വലിയൊരു ഇന്റർഫെയ്ത്ത് കോൺഫറൻസ് നടത്തി. എല്ലാ മതത്തിന്റെ പ്രതിനിധികളെ അദ്ദേഹം ക്ഷണിച്ചു. ആലുവയിൽ അദ്വൈത ആശ്രമത്തിൽ വലിയൊരു സൈൻ അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? നമ്മളവിടെ വന്നിരിക്കുന്നത് തർക്കം ചെയ്യാനല്ല, അറിയാനും അറിയപ്പെടാനുമാണ്. സ്വയം അറിയാനും അറിയപ്പെടാനുമാണ്. അത് നമ്മളുടെ ആവശ്യം ഇപ്പോഴും ഉണ്ട്. 100 വർഷം കഴിഞ്ഞിട്ടൊന്നും സത്യമാണ്. 100 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ സ്വാമിജി വാറ്റിക്കനിൽ പോയിട്ട് ഈ ഒരേ ഇന്റർഫെയ്ത്ത് കോൺഫറൻസിന്റെ 100ാം വാർഷിക പോപ്പ് ഫ്രാൻസിസിന്റെ മുമ്പിൽ, മാർപ്പാപ്പയുടെ മുമ്പിൽ ആഘോഷിച്ചു. മാർപ്പാപ്പ പറഞ്ഞു, ശ്രീനാരായണ ഗുരു എല്ലാ മതത്തിനും കൊടുത്ത ആ കാലത്തെ സന്ദേശം ഇപ്പോഴും നമ്മൾക്ക് ആവശ്യമുണ്ട്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ ഇപ്പൊ കൂടി ആക്രമണം ചെയ്യുന്ന ഒരു കാലത്തിൽ ഒരു സംശയവും വേണ്ട, ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചതാണ് ശരിയായിട്ടുള്ള കാര്യം. പക്ഷേ നമ്മുടെ ശിവാനന്ദ സ്വാമി പറഞ്ഞ പോലെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മൾ ശരിക്ക് ശ്രീനാരായണ ഗുരു ആഗ്രഹിച്ച വിശ്വാസങ്ങളെ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടോ? എനിക്കൊരു സംശയവുമില്ല. സത്യം പറയുകയാണെങ്കിൽ അല്ല. നമ്മൾ ചിലപ്പോൾ നല്ല മനസ്സുകൊണ്ട് കൂടി ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ പോലെ ആയിരുന്നില്ല. അദ്ദേഹം ആവശ്യപ്പെട്ടതും ഡോക്ടർ അംബേദ്കർ ആവശ്യപ്പെട്ടത് രണ്ടും ഒന്നായിരുന്നു.
ജാതി എന്ന് പറഞ്ഞതേ വേണ്ട ഈ ലോകത്തില്. എന്തായിരുന്നു അംബേദ്കറിന്റെ വാക്ക് ഇംഗ്ലീഷിൽ? അന്നഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതിയുടെ ഉന്മൂലനം. ജാതിയെ വേണ്ട സംസാരം. പക്ഷെ നമ്മൾ അതാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്തിരിക്കുന്നത് ജാതിന്റെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് നമ്മൾ ജാതിയെ ഒരു അസറ്റാക്കി, നമ്മൾ ജാതിക്ക് പ്രതിനിധിത്വം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ജാതിയെ നമ്മൾ ഉന്മൂലിച്ചിട്ടില്ല, മാറ്റിക്കളഞ്ഞിട്ടില്ല. ജാതി ഇപ്പോൾ നമ്മുടെ സാമൂഹ്യത്തിൽ എല്ലാ വിധത്തിലുണ്ട്. നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്ത കൂടി ഫോമിൽ നമ്മൾ ജാതി പറയണം. ജാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ചില റിസർവേഷൻ. ഇതായിരുന്നു ശ്രീ നാരായണ ഗുരു പഠിപ്പിച്ചത്. ഞാൻ സ്വാമിജിക്ക് അറിയാം, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഓരോ പ്രഭാഷകരും അദ്ദേഹം എഴുതിയ പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ നമ്മളെ ചെയ്ത ടീച്ചിങ്സിൽ ഞാൻ എല്ലാവരെയും കാണുന്നത് ജാതിയെ വേണ്ടാണ്. പക്ഷെ ശരിക്ക് ജാതിയുടെ പ്രസക്തി ഈ 100 വർഷത്തിൽ കൂടുതലാണ് ആയിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾക്ക് എന്താ പറയേണ്ടത്? അത് ശ്രീനാരായണ ഗുരു എന്ത് പറഞ്ഞിട്ടുണ്ടാവും അതിനെക്കുറിച്ച് എനിക്ക് ഇന്നൊരു അഭിപ്രായമില്ല. നമ്മുടെ മന്ത്രി ഉപദേശിച്ച പോലെ വാക്ക് ശുദ്ധി പാലിക്കുന്നില്ല. ഞാൻ വിവാദമുണ്ടാക്കാനല്ല നിൽക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചും ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വാമിജിയുടെ അപ്പോൾ ഇരുന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി ചോദിക്കാൻ ആവശ്യമുണ്ട്. ശരിക്കും നമ്മൾ ശ്രീ നാരായണ ഗുരുവിന്റെ സന്ദേശം ഒരു ജാതിക്ക് വേണ്ടി മാത്രം കാണുകയാണെങ്കിൽ അത് വലിയൊരു തെറ്റാണ്. അദ്ദേഹം പഠിപ്പിച്ചത് എല്ലാവർക്കുമാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എല്ലാ മതം, എല്ലാ ജാതി, എല്ലാ വ്യക്തികൾക്കും. അതാണ് ഞാൻ ഇന്ന് ഇതിനെ പറയണത്. ബാക്കി പറയാനുള്ളത് എല്ലാവരും മറ്റേ സ്വാമിജിയെ നന്നായി പറഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ മന്ത്രി ജോർജ് കുര്യൻ ചൂണ്ടിക്കാണിച്ചു തീർത്ഥാടനത്തിന്റെ 5 സന്ദേശങ്ങളൊക്കെ. ഞാൻ അതിനെ വീണ്ടും പറയാൻ പോകുന്നില്ല. ഒരേ സമയത്ത് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഇന്ന് നമ്മൾ ഈ ആഘോഷം നടത്തുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കണം ചിന്ത? ജാതിയെ നമ്മൾക്ക് മാറ്റാൻ സാധിച്ചില്ല. ജാതി ചിന്ത ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസ്ക്രിമിനേഷൻ വേണ്ട. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ മാറ്റി നിർത്തരുത്. ജാതിയുടെ പേരിൽ ഏത് സ്ഥലത്തിലായ ശരി, ക്ഷേത്രത്തിൻ്റെ അകത്തായ ശരി, സ്കൂളിൻ്റെ അകത്തായ ശരി, നമ്മുടെ ജോലിയെടുക്കുന്ന സ്ഥലത്തായ ശരി, ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ കഴിവ് കാണരുത്. മനുഷ്യൻ്റെ സ്വന്തം കഴിവും പഠിപ്പും അറിവും പെരുമാറ്റവും അത് നമ്മൾ കണ്ട് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ച് നമ്മൾ ചോദിക്കാതിരിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ ആവശ്യമുള്ളത്. അതിനൊപ്പം എല്ലാവർക്കും അവസരങ്ങൾക്ക് നമ്മൾ വാതിൽ തുറന്നു കൊടുക്കണം. ജാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെ എല്ലാവർക്കും ഒരു സാധ്യത ഉണ്ടാവണം. എല്ലാവർക്കും ഫെയർ വേജ് ശമ്പളം ഉണ്ടാവണം. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ആശാ വർക്കേഴ്സിൻ്റെ ഒരു സമരത്ത് വരികയായിരുന്നു. എന്ത് ദുഃഖത്തിൻ്റെ ഒരു കാര്യമാണ്. ഈ പാവപ്പെട്ട സ്ത്രീകൾ 14-15 മണിക്കൂർ ദിനത്തിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഗർഭിണി പ്രസവിക്കാൻ പോവുകയാണെങ്കിൽ അവർ ഓടിയെത്തുന്നു. ഒരു പ്രായമുള്ള സ്ത്രീക്ക് മരുന്ന് ആസ്പത്രിയിൽ എടുത്തു കൊടുക്കാൻ ആരുമില്ലെങ്കിൽ ആശാവർക്ക് പോയി കൊടുക്കുന്നു. കുട്ടികളെ നോക്കുന്നു. എല്ലാ വിധത്തിലത്തെ സാമൂഹിക സേവനം ചെയ്യുന്നു. അവരുടെ മാസത്തിലത്തെ ശമ്പളം 7000 രൂപ മാത്രമാണ്. അതും കൂടി ഈ സർക്കാർ 3-4 മാസമായി കൊടുത്തിട്ടില്ല. എന്തൊരു അന്യായമാണ്. ഞാനിത് കാണുമ്പോൾ പറയണത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് അവർ പുരുഷന്മാരായിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അവർ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ മഹിളകളുടെ ബുദ്ധിമുട്ടും ദുഃഖം കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നൊരു ചോദ്യം ഒരൊറ്റൊന്നാണ്. ഏത് മനുഷ്യനും അവരുടെ ജോലി എന്തായാലും, അവരുടെ ജാതി എന്തായാലും, അവരുടെ മതം ഏതായാലും, അവരുടെ ഭാഷ ഏതായാലും, നമുക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടുന്നു? 7000 രൂപ ശമ്പളം 3-4 മാസമായിട്ട് കൊടുക്കാതിരിക്കല് ഓരോരോ എക്സ്ക്യൂസ് പറഞ്ഞു. നമുക്ക് ഏത് സർക്കാരും, അത് ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ആരുടെയും എതിര് സംസാരിക്കല്, ഏത് സർക്കാരായാലും ശരി, മനുഷ്യത്വമല്ല നമുക്ക് ആദ്യം വേണ്ടത്. ഇതൊക്കെയായിരിക്കും നമ്മുടെ ശ്രീനാരായണ ഗുരു ആവശ്യപ്പെടുന്നത്. എല്ലാ മനുഷ്യന്മാരെയും നമ്മൾ സഹായിക്കാൻ എല്ലാവർക്കും ആവശ്യമുള്ള സ്നേഹനും കൊടുക്കണം. പക്ഷേ അത് നമ്മൾ ചെയ്യേണ്ടത് ഈ 75 വർഷക്കാലം നമ്മുടെ സ്വാതന്ത്ര്യം വന്ന ശേഷം 137 വർഷക്കാലം ഈ പ്രതിഷ്ഠ ഈ സ്ഥലത്തിൽ സംഭവിച്ച ശേഷം
നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശത്തിന് ശരിക്കും നമ്മുടെ ഹൃദയത്തിനകത്ത് കയറ്റിയിട്ടുണ്ടോ? നമ്മൾ അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടോ? അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവർക്കും വലിയ ഉത്തരവാദിത്തങ്ങൾ എപ്പോഴും ഉണ്ട്. ജാതിയുടെ അടിസ്ഥാനത്തിലോ കാശിൻ്റെ അടിസ്ഥാനത്തിലോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒരു കുട്ടിക്ക് ഒരു നല്ല വിദ്യാഭ്യാസം കിട്ടാൻ സാധിക്കാതിരിക്കാൻ ഒരു സാധ്യത ഉണ്ടാവരുത്. ഒരു പ്രവർത്തകർക്ക് ഒരു ശമ്പളം കിട്ടായ അല്ലെങ്കിൽ ഒരു ഡീസൻറ്റ് ശമ്പളത്തോട് ജീവിക്കാൻ സാധിക്കാതെ അതൊരിക്കലും സംഭവിക്കരുത്. ഒരു ക്ഷേത്രത്തിന് ഏതെങ്കിലും ഒരു ജാതിയുടെ പേരിൽ ചിലവരെ അകത്ത് കയറ്റാതിരിക്കാനും, നമ്മുടെ സ്വാമിജി പറഞ്ഞ പോലെ ചിലവരുടെ കുപ്പായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ കയറ്റാതിരിക്കണം, ഇതെല്ലാം മാറ്റാനുള്ള സമയം വന്നു. ഏത് മനുഷ്യനും വേറെ ഏത് മനുഷ്യനും കാട്ടി താഴെയല്ല എന്ന് മനസ്സിലാക്കാനുള്ള കാലം പണ്ടേ വന്നു. 100 വർഷം മുമ്പ്, 150, 137 വർഷം മുമ്പ് ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യം ഇന്ന് നമ്മളൊരു വാക്ക്, നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്ക് പാലിച്ചിട്ട് നമ്മളൊരു സത്യപ്രതിജ്ഞ ചെയ്യണം. ഭാവിയിൽ നമ്മൾ അങ്ങനെ ഒരു ഭാരതത്തിന് വേണ്ടി നമ്മൾ സംഘർഷിക്കുന്നു. അത് മാത്രം പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ജാതി മതത്തിൻ്റെ അതീതത്തിൽ ചിന്തിച്ചിട്ട് നമ്മുടെ ശ്രീനാരായണ ഗുരു ആവശ്യപ്പെട്ട ആ സഹോദര്യത്തിൽ ജീവിച്ചിട്ട് നമ്മളെല്ലാവരും ഈ പ്രതിഷ്ഠയുടെ അർത്ഥം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും എപ്പോഴും നിറച്ചു വെക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും ഹാപ്പി മഹാശിവരാത്രി. ജയ്.